NH66 പുതിയൊരു അപ്ഡേറ്റ് മലപ്പുറം വട്ടപ്പാറയിലാണ്. വട്ടപ്പാറയിൽ എന്തായിന്ന് കുറെ പേര് കമന്റിലൂടെ ചോദിച്ചിരുന്നു. അപ്പോൾ വട്ടപ്പാറ ഭാഗത്ത് വർക്കുകൾ ഇപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ സോയിൽ ലീനിങ് ചെയ്ത് കിടക്കുന്ന ഒരു ഭാഗം കാണാം. താഴ്വശത്ത് സോയിൽ ലീനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അതിന്റെ വർക്കുകൾ കുറച്ച് ഭാഗത്ത് വീണ്ടും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കഴിഞ്ഞൊരു ചെറിയൊരു വീഡിയോ ഇവിടെ ചെയ്തിരുന്നേ. അന്ന് നമ്മൾ ആ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ കമ്പി അടിച്ച് ഉള്ളിലേക്ക് കയറ്റി വിടുന്ന ഒരു വർക്കൊക്കെ കണ്ടിരുന്നു. അതിന് ശേഷം അവിടെ ഇപ്പോൾ സിമെന്റ് സ്പ്രേ ചെയ്ത് വലിയ നെറ്റൊക്കെ ചെയ്തത് കാണുന്നുണ്ട്. അതിൻ്റെ നെറ്റ് ബോൾട്ടുകളൊക്കെ ഇപ്പോൾ ടൈറ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് അവിടെ നടക്കുന്നത്. നോക്കാം. വട്ടപ്പാറ വയഡക്റ്റ് അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞ് ആളുകൾ പറന്നു പോകുന്ന ഇതൊക്കെ നിങ്ങൾ കണ്ടക്കോ. അതിൻ്റെ ഈ ഭാഗത്ത് കണ്ടില്ലേ, സോയിൽ ലൈനിങ്ങിന്റെ വർക്കാണ് ഇനി ചെയ്യാനുള്ളത്. ഇവിടെ സർവീസ് റോഡിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല കേട്ടോ. ഇവിടെ ഇനി സർവീസ് റോഡ് വരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഇവിടെ വർക്കുകൾ ചെയ്യുന്നത്. ഈ ഭാഗത്തുള്ള മണ്ണൊക്കെ എടുത്തു മാറ്റി കഴിഞ്ഞു. ഇനി ഇതിന്റെ ഭാഗത്തുള്ള താഴോട്ട് ഇങ്ങനെ അവര് സോയിൽ ലൈനിങ് ചെയ്ത് കൊണ്ടുവരികയാണ്. ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ പാറകളൊക്കെ ഇനി പൊട്ടിച്ച് ലെവൽ ചെയ്ത് അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ പോവണേ. അപ്പൊ ഇനി ഈ ഭാഗത്തുള്ള മണ്ണുകളൊക്കെ നീക്കാനുണ്ട്. കോഴിക്കോട് മലാപ്പറമ്പ് ഭാഗത്ത് ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ വർക്കുകളും നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നത്. അപ്പൊ ഇനി ഇത് സോയിൽ ലീനിങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡ്രെയിനേജിന്റെ വർക്കുകൾ തുടങ്ങും. അപ്പം ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള ബാക്കിയുള്ള ടാറിങ്ങിന്റെ വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇവിടെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാ വർക്കുകളും ഭാഗത്തിനുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മലപ്പുറം കുറ്റിപ്പുറത്ത് കണ്ടതും ഇതുപോലുള്ളൊരു ഭാഗങ്ങളാണ്. ഇതുപോലെ ചെരിച്ച് ഭാഗത്ത് ഇങ്ങനെ കരിങ്കല്ല് പതിച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലാണ് വർക്കുകൾ ചെയ്ത്. ഇതിൻ്റെ മുകൾ വശത്ത് കുറച്ച് ഭാഗത്തൊക്കെ ഇനിയും സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ ഉണ്ട് കേട്ടോ. ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. കുറച്ച് ഭാഗങ്ങളിലൊക്കെ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം നമുക്ക്. ഇവിടെ സെൻറ്റർ ഭാഗത്ത് ഇതാണ് വരുന്നത്, കോൺക്രീറ്റ് വാളാണ് വന്നിട്ടുള്ളത്. അതുപോലെ ആ കാടൊക്കെ കാണുന്ന മുകൾ വശത്ത് ഇനിയും വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് തോന്നുന്നു. ആ ഭാഗമൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയതിന് ശേഷം മുകളിലൊക്കെ ചെയ്യുമായിരിക്കാം. അപ്പം ഇനി സർവീസ് റോഡ് ഏത് വഴിയാണ് വരികയെന്ന ഒരു ഐഡിയ ഇല്ല. അവിടെയാണ് സർവീസ് റോഡ് അവസാനിക്കുന്നത്. അപ്പം നേരത്തെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതുവഴി ഉൾവശത്തൂടെ ഇങ്ങനെ മുകൾ വശത്തൂടെ ഇങ്ങനെ കയറിയിട്ട് നമ്മുടെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന ഒരു സർവീസ് റോഡ് ഉണ്ടാകുമെന്നാണ് ഇവിടെയുള്ള MLAയും മറ്റു ജനപ്രതിനിധികളൊക്കെ പറഞ്ഞത്. അപ്പോൾ വന്നാൽ വളരെ നല്ലതായിരിക്കും. ഇപ്പം റോഡ് വൺ സൈഡ് നേരത്തെ ഉണ്ടായിരുന്ന പഴയ റോഡിന്റെ ഭാഗത്തൂടെ, ആ ഭാഗത്തൂടെയാണ് ബസ്സൊക്കെ വരുന്നുണ്ടില്ലേ, കാണുന്നുണ്ടോ? ആണ് റോങ് സൈഡായിട്ടാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ വളാഞ്ചേരി ഭാഗത്തേക്ക് കടന്നു പോകുന്നത്. അത് ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഇവിടെ ഒരു സർവീസ് റോഡ് അത്യാവശ്യമാണ്. വലിയൊരു ടൗണാണ് വളാഞ്ചേരി ടൗണ്. വളാഞ്ചേരി ടൗണിലേക്ക് ഒരു സർവീസ് റോഡ് ഇല്ലാഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെയൊക്കെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ അറിയിച്ചിരുന്നു എങ്ങനെയാണ് എന്നുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ പറയുമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഇതുവരെയൊക്കെ എത്തിയിട്ടില്ല. കഴിഞ്ഞ നമ്മുടെ മന്ത്രിയൊക്കെ പറഞ്ഞത് ഇതിന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടുണ്ട്. അവര് എൻക്വയറി ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇനി പുതിയ മന്ത്രിസഭയൊക്കെ വന്നതിൻ്റെ ശേഷം ആയിരിക്കും ഇതിനെ പറ്റിയുള്ള പുതിയ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തില്ലേ, അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് ഒക്കെ വന്നതിൻ്റെ ശേഷം ആയിരിക്കും. കുറേ സമയമെടുക്കും. ഞാൻ തെരഞ്ഞെടുപ്പിന് മുന്നേ ആണ് ഇത് എടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേക്കാരം നിങ്ങൾ കാണുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ ഇനി സോയിൽ ലീനിങ്ങിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. ആ ഭാഗത്ത് കുറേ പാറ നിൽക്കുന്ന ഭാഗത്തൊക്കെ വൃത്തിയാക്കി കൊണ്ടുവരാനുണ്ട്. വട്ടപ്പാറ വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്ക് ആയി എന്ന് പറയാം. അതാണ് ഈ കാണുന്ന ഒരു ഭാഗം. ആ ഭാഗത്ത് ഇനിയും മണ്ണെടുത്ത് മാറ്റി ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മലപ്പുറം വട്ടപ്പാറയുടെ പുതിയൊരു അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.